ഒക്ടോബർ 4 വിശുദ്ധ ഫ്രാൻസിസ് അസീസി. മൃഗങ്ങൾ, പരിസ്ഥിതി ശാസ്ത്രജ്ഞർ, കുടുംബങ്ങൾ, ലേസ് മേക്കർമാർ, വ്യാപാരികൾ, ശുചിത്തൊഴിലാളികൾ, സമാധാനം, മൃഗശാലകൾ എന്നിവയുടെ രക്ഷാധികാരി. കത്തോലിക്ക സഭയിലെ ഏറ്റവും അറിയപ്പെടുന്നതും പ്രിയപ്പെട്ടതുമായ വിശുദ്ധനാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ യഥാർത്ഥ ദാസനാണ്. 1181 അസീസിയിൽ ഒരു വ്യാപാരി കുടുംബത്തിൽ ജനിച്ചു. കൗമാരകാലത്തും പ്രായപൂർത്തിയായപ്പോഴും ഫ്രാൻസിസിന് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാലും അവൻ സ്വപ്നം കണ്ട മഹത്തായ കാര്യങ്ങൾ ദൈവത്തെ ബഹുമാനിക്കുന്നതിനേക്കാൾ ലൗകിക ബഹുമതികൾ നേടുന്നതിലാണ്. ഒരു മഹാനായ നൈറ്റ് ആകുക എന്നതായിരുന്നു പ്രധാന ആഗ്രഹങ്ങളിലൊന്ന്. ഏകദേശം 1202 ഫ്രാൻസിലെ ഒരു മഹാനായ നൈറ്റ് ആകാനുള്ള സ്വപ്നം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. അവൻ നല്ല കവചവും വാളും കുതിരയും ധരിച്ച് അയൽപട്ടണമായ പെറുഗിയയ്ക്കെതിരെ യുദ്ധത്തിന് അയക്കപ്പെട്ടു. ആ യുദ്ധത്തിലെ വിജയം നൈറ്റ് എന്ന പദവി അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ പെറുഗിയ യുദ്ധം ഹ്രസ്വമായിരുന്നു. ഫ്രാൻസിസ് പിടിയിലാവുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു. തൻ്റെ മോചനത്തിനായി മോചനദ്രവ്യം നൽകാൻ പിതാവിനായി ഫ്രാൻസിസ് 1 വർഷം കാത്തിരുന്നപ്പോൾ തടവിൽ അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടു. മോചിതനായ ശേഷം ഫ്രാൻസിസ് ഗുരുതരമായ രോഗവുമായി മാസങ്ങൾ ചെലവഴിച്ചു. തടവും രോഗവും അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു. അവൻ തൻ്റെ ജീവിതത്തെ പുനർവിചിന്തനം ചെയ്യാൻ തുടങ്ങി. എന്നിരുന്നാലും 1205 അദ്ദേഹം കൗണ്ടിയിലെ സൈന്യത്തിൽ മറ്റൊരു യുദ്ധത്തിന് പുറപ്പെട്ടു. എന്നിരുന്നാലും അവൻ വരുന്നതിനു മുൻപ് തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദർശനം ഫ്രാൻസിസിനുണ്ടായി. ആ ദർശനത്തിൽ ഫ്രാൻസിസ് തന്നോടൊരു ശബ്ദം പറയുന്നത് കേട്ടു. ആർക്കാണ് നിങ്ങൾക്കായി കൂടുതൽ ചെയ്യാൻ കഴിയുക? യജമാനനോ അതോ സേവകനോ? ധനികനോ അതോ ദരിദ്രനോ? ഫ്രാൻസിസ് പെട്ടെന്ന് മറുപടി പറഞ്ഞു, സമ്പന്നനായ യജമാനൻ. അപ്പോൾ ശബ്ദം ചോദിച്ചു, പിന്നെ എന്തിനാണ് കർത്താവിനെ ദാസനും അനന്തമായ ഐശ്വര്യമുള്ള ദൈവത്തെ ദരിദ്രനായ മനുഷ്യനും വിട്ടുകൊടുക്കുന്നത്? ഈ ദർശനം മതിയായിരുന്നു ഫ്രാൻസിസിന് ദൈവഹിതം തേടി അസീസിയിലേക്ക് മടങ്ങാൻ. അടുത്ത വർഷം ഫ്രാൻസിസും അവൻ്റെ പിതാവും പതിവായി ഭിന്നതയിലായി. ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിനായി ദൈവഹിതം തേടാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ആ വർഷത്തിൽ ദരിദ്രരോടുള്ള സ്നേഹത്തിൽ ഫ്രാൻസിസ് വളരുകയും അടുത്തുള്ള ആശുപത്രിയിൽ കുഷ്ഠരോഗികളെ സേവിക്കുകയും ചെയ്തു. സാൻ ഡാമിയോനയിലെ ജീർണിച്ച പള്ളിയിൽ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം അവനോട് പറയുന്നത് കേട്ടു, നീ പോയി നീ കാണുന്നത് പോലെ പൂർണ്ണമായി നശിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വീട് നന്നാക്കുക. അതോടെ അവൻ ആ പള്ളിയെ ശാരീരികമായി നന്നാക്കുവാനും ഏകാന്തതയിൽ ജീവിക്കാനും തുടർച്ചയായി പ്രാർത്ഥിക്കാനും തുടങ്ങി. 1206 ഫ്രാൻസിസിന് 25-ാം വയസ്സുള്ളപ്പോൾ ഫ്രാൻസിസും പിതാവും തമ്മിലുള്ള കുടുംബകലഹങ്ങൾ തലപൊക്കി. ഫ്രാൻസിസ് തൻ്റെ അനന്തരാവകാശം ത്യജിച്ച് ദൈവത്തെ മാത്രം പിതാവായി തിരഞ്ഞെടുത്തപ്പോൾ അസീസി ബിഷപ്പിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹവും പിതാവും ഔപചാരികമായി പിരിഞ്ഞു. പിന്നീട് അദ്ദേഹം ദാരിദ്ര്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദൈവസേവനത്തിൻ്റെയും പുതിയ ജീവിതം നയിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ എല്ലാവരും അവനെ പരിഹസിക്കാൻ തുടങ്ങി. പിന്നീട് ചില അനുയായികൾ അവനോടൊത്ത് വന്നു. പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിച്ചും ദരിദ്രരെയും കുഷ്ഠരോഗികളെയും സേവിച്ചും ഉപേക്ഷിക്കപ്പെട്ട പള്ളികളുടെ അറ്റകുറ്റപ്പണികൾക്കായി കൈകൾ കൊണ്ട് പ്രവർത്തിച്ചും ധാരാളം സമയം ചെലവഴിച്ചു. 1209 ആയപ്പോഴേക്കും അനുയായികളുടെ എണ്ണം 12 തങ്ങളുടെ പൊതുജീവിതത്തിനായി ഒരു പുതിയ നിയമം എഴുതാൻ അവർ തീരുമാനിക്കുകയും മാർപ്പാപ്പയുടെ അംഗീകാരത്തിനായി റോമിലേക്ക് തീർത്ഥാടനം നടത്തുകയും ചെയ്തു. പിന്നീട് പോർട്ടിയൻകുല എന്ന ചെറിയ പള്ളിയിൽ പ്രാർത്ഥനയുടെയും മിഷണറി പ്രവർത്തനത്തിൻ്റെയും ജീവിതം ആരംഭിച്ചു. ഭൗതിക സഭകൾ പുനർനിർമ്മിക്കുന്നതിന് പകരം അവർ ക്രിസ്തുവിൻ്റെ ആത്മീയ ശരീരമായ ദൈവത്തിൻ്റെ സഭയെ പുനർനിർമ്മിക്കാൻ തുടങ്ങി. 10 വർഷത്തിനുള്ളിൽ 12 എന്നത് 5000 വളർന്നു. 1223 ഫ്രിയേഴ്സ് മൈനറിൻ്റെ അന്തിമവും നിർണായകവുമായ നിയമത്തിന് മാർപ്പാപ്പ രേഖാമൂലം അംഗീകാരം നൽകി. 1224 40 ദിവസത്തെ വിശ്രമവേളയിൽ ഫ്രാൻസിസിന് കളങ്കം സമ്മാനിച്ചു. ക്രിസ്തുവിൻ്റെ കൈകളിലും കാലുകളിലും പാർശ്വങ്ങളിലും ദൃശ്യമായ മുറിവുകൾ. ആ അവസാന 2 വർഷം വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുകയും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. 1226 ഒക്ടോബർ 4 മരണമടഞ്ഞു. 2 വർഷത്തിന് ശേഷം ഗ്രിഗറി 9 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.